നമസ്തേ, ജനൻ ഡിബേറ്റിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് പുലർച്ചെയാണ് കൊച്ചിയിലെയും കോഴിക്കോട്ടെയും കസ്റ്റംസ് പ്രത്യേക അന്വേഷണ സംഘം കൊടുവള്ളിയിലെത്തി കാരാട്ട് ഫൈസലിന്റെ വീട്ടിൽ പരിശോധന നടത്തിയത്. 4:30-എത്തിയ സംഘം 1.5 മണിക്കൂറോളം പരിശോധന നടത്തിയതിനു ശേഷം ഫൈസലിനെ കസ്റ്റഡിയിലെടുത്താണ് മടങ്ങിയത്. സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലെ മുഖ്യപ്രതിയായ KT റമീസിൽ നിന്നും സ്വപ്ന സുരേഷിൽ നിന്നും ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് കസ്റ്റംസ് അന്വേഷണം കാരാട്ട് ഫൈസലിലേക്ക് നീണ്ടത്. സ്വർണ്ണക്കള്ളക്കടത്തിൽ വൻ നിക്ഷേപം കാരാട്ട് ഫൈസൽ നടത്തിയിട്ടുണ്ടെന്നാണ് വിവരം. നേരത്തെ കസ്റ്റംസ് അറസ്റ്റ് ചെയ്ത കോഴിക്കോട് എരഞ്ഞിക്കൽ സ്വദേശി സഞ്ജു വഴിയാണ് കൊടുവള്ളിയിലെ ജ്വല്ലറികളിൽ സ്വർണം എത്തിയതെന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. കൊടുവള്ളി നഗരസഭയിലെ ഇടത് കൗൺസിലർ കൂടിയായ കാരാട്ട് ഫൈസൽ 2013-ൽ കരിപ്പൂർ കേന്ദ്രീകരിച്ച് നടന്ന സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലും പ്രതിയായിരുന്നു. ഫൈസലിന്റെ കൂപ്പർ കാറിൽ കോടിയേരി ബാലകൃഷ്ണൻ തെരഞ്ഞെടുപ്പ് റാലി നടത്തിയത് നേരത്തെ വിവാദമായിരുന്നു. ബിനീഷ് കോടിയേരിയുമായും ഫൈസലിന് അടുത്ത ബന്ധമാണുള്ളത്. കാരാട്ട് ഫൈസൽ വഴി ബിനീഷ് കോടിയേരി സ്വർണ്ണക്കടത്തിൽ പണം നിക്ഷേപിച്ചിട്ടുണ്ടോ എന്ന കാര്യവും അന്വേഷണ സംഘം പരിശോധിച്ചു വരികയാണ്. ജനം, കോഴിക്കോട്. നോട്ട് നിരോധനത്തിന് പോലും തൊടാൻ പറ്റാത്ത കള്ളക്കടത്ത് സാമ്രാജ്യം. കാരാട്ട് ഫൈസലിൻ്റെ നിക്ഷേപങ്ങൾ കറൻസിയിലല്ലെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. റിയൽ എസ്റ്റേറ്റ്, വൻകിട ആശുപത്രികൾ, വിദ്യാലയങ്ങൾ, ജീവകാരുണ്യ ട്രസ്റ്റുകൾ എന്നീ മേഖലകളിലൂടെ കള്ളക്കടത്തിലൂടെ ലഭിച്ച കോടികൾ ഇങ്ങനെ ഒഴുകി നടന്നു. സ്വർണ്ണക്കള്ളക്കടത്തിലെ സൂപ്പർ വില്ലനെ വിശേഷിപ്പിച്ച് കേരളത്തിലെ ഒരു മാധ്യമം അച്ചു നിരത്തിയത് ഇങ്ങനെയായിരുന്നു. സ്വർണ്ണക്കടത്തിൻ്റെ കിങ് പിൻ എന്നാണ് ഫൈസലിനെ KT റമീസ് വിശേഷിപ്പിച്ചത്. സൂപ്പർ മീഡിയേറ്റർ എന്നും കള്ളക്കടത്ത് ലോകത്ത് ഫൈസലിന് വിളിപ്പേരുണ്ട് അത്രേ. കൊടുവള്ളി നഗരസഭയിലെ 27-ാം വാർഡ് കൗൺസിലറാണ് ഫൈസൽ. 2013-ൽ സ്വർണ്ണക്കടത്തിൽ DRI അറസ്റ്റ് ചെയ്ത ഫൈസലിന് വേണ്ടി 2015-ൽ വോട്ട് ചോദിച്ചത് CPM-കാർ. ജനജാഗ്രതാ യാത്രയ്ക്കിടെ CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ കയറി നിന്ന് പ്രവർത്തകരെ അഭിവാദ്യം ചെയ്തത് ഫൈസലിൻ്റെ 44 ലക്ഷം രൂപ വരുന്ന മിനി കൂപ്പറിലായിരുന്നു. ബിനീഷ് കോടിയേരിയുമായും അടുത്ത ബന്ധമുണ്ടെന്നാണ് അണിയറ സംസാരം. അതങ്ങനെയാണല്ലോ. തട്ടിപ്പും വെട്ടിപ്പും നടത്തുന്നവരൊക്കെ പിടിക്കപ്പെടുമ്പോൾ ഒന്നുകിൽ കോടിയേരിയുമായോ അല്ലെങ്കിൽ കോടിയേരിയുടെ മക്കളുമായോ ബന്ധമുണ്ടാകുന്നത് ഇക്കാലത്ത് സാധാരണമാണ്. PTA റഹീമിനൊപ്പം INL-ൽ ലയിച്ചെങ്കിലും CPM നേതാക്കളുമായി അടുത്ത ബന്ധം കാത്തു സൂക്ഷിക്കാൻ കാരാട്ട് ഫൈസലിന് സാധിച്ചു. ഇനി ഒരൊറ്റ ചോദ്യം മാത്രം. കാരാട്ട് ഫൈസൽ പിടിയിലാകുമ്പോൾ നെഞ്ചിടിപ്പ് കൂടുന്നത് ആർക്ക്? ജനൻ ഡിബേറ്റ് ഇന്ന് പരിശോധിക്കുന്നു. ഇന്ന് കാരാട്ട് ഫൈസൽ, നാളെ ആര്? ഈ ചർച്ചയിൽ എന്നോടൊപ്പം BJP സംസ്ഥാന വക്താവ് ശ്രീ അഡ്വക്കേറ്റ് B. ഗോപാലകൃഷ്ണൻ, സംവാദകൻ ശ്രീ ശ്രീജിത്ത് പണിക്കർ, CPM നേതാവ് ശ്രീ ഡോക്ടർ ഷിജു ഖാൻ എന്നിവരാണ് ചേരുന്നത്. ആദ്യം ഞാൻ ശ്രീജിത്ത് പണിക്കറിലേക്ക് പോവുകയാണ്. ശ്രീജിത്ത്, ഒരു പക്ഷേ നമുക്കറിയാം അന്നത്തെ ആ ഒരു രംഗം, ജനജാഗ്രത യാത്ര ഇങ്ങനെ കൊടുമ്പിരി കൊള്ളുകയാണ്. ആ സമയത്താണ് ഒരു മിനി കൂപ്പർ വരുന്നത്. മിനി കൂപ്പറിലേക്ക് സംസ്ഥാന സെക്രട്ടറി ചാടിക്കയറുന്നു, പ്രവർത്തകർ അഭിവാദ്യം ചെയ്യുന്നു. കൂപ്പർ നിറങ്ങിയ മുതൽ വിവാദമായിരുന്നു. ആ വിവാദം ഇപ്പോൾ എത്തി നിൽക്കുന്നത് സ്വർണ്ണക്കള്ളക്കടത്തിലെ കിങ് പിൻ, മുഖ്യ ആസൂത്രകൻ, മുഖ്യ കണ്ണി. നെഞ്ചെടുപ്പ് കൂടുന്നത് ആർക്ക് എന്ന ചോദ്യമാണ്. താങ്കളിൽ നിന്ന് തന്നെ തുടരുന്നു ഒരു എക്സ്പേർട്ട് നിരീക്ഷണം. യെസ്, ഒരു നിമിഷം, അദ്ദേഹത്തിൻ്റെ ഫോൺ പെട്ടെന്ന് തന്നെ റീകണക്ട് ചെയ്യുകയാണ്. ഞാനൊന്ന് B. ഗോപാലകൃഷ്ണനിലേക്ക് പോവുകയാണ്. ശ്രീ അഡ്വക്കേറ്റ് B. ഗോപാലകൃഷ്ണൻ, അതല്ലെങ്കിലും ഈ തട്ടിപ്പ്, വെട്ടിപ്പ്, കള്ളം ഇതൊക്കെ ഇപ്പോൾ പിടിയിലാകുമ്പോൾ ഇങ്ങ് ഒരറ്റത്ത് കോടിയേരിയുടെ മക്കളോ കോടിയേരിയോ ഒക്കെ ഉണ്ടാകും. ഇപ്പോൾ ഈ കാരാട്ട് ഫൈസലിനെ ഇപ്പോൾ കസ്റ്റംസ് ഇങ്ങനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും നെഞ്ചെടുപ്പ് കൂടുന്നത് ആർക്കാണ് എന്ന ചോദ്യമാണ് ഞങ്ങൾ പൊതുസമൂഹവുമായി പങ്കുവെക്കുന്നത്. BJPക്ക് എന്താണ് തോന്നുന്നത്? നെഞ്ചെടുപ്പ് കൂടുന്നത് CPM നേതാക്കന്മാർക്ക് തന്നെ, CPM സെക്രട്ടേറിയറ്റ് അംഗങ്ങൾക്ക്, CPM-ന്റെ ബഹുമാനപ്പെട്ട നേതാവ് പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണനും. എന്താ സംശയം? അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഇതൊക്കെ ചെറിയ ചെറിയ കരാട്ട് ഫൈറ്റിലൊക്കെ മുഴുവൻ കിങ് പിൻ എന്ന് പറയാൻ പറ്റില്ല. കാരണം കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട് ഗോപാലകൃഷ്ണൻ, സശ്രദ്ധം കേൾക്കുകയാണ്. അതെ, ഇത് യഥാർത്ഥ കിങ് പിൻ വരാൻ പോകുന്നതേ ഉള്ളൂ. രാജാക്കന്മാർ, സ്വർണ്ണ രാജാക്കന്മാർ, സ്വർണ്ണ കള്ളക്കടത്തിന്റെ കൂട്ടുപ്രതികളൊക്കെ മാളത്തിൽ ഒളിച്ചിരിക്കുകയാണ്. അവരൊക്കെ ഇടതുപക്ഷത്തിന്റെ മേലങ്കി അണിഞ്ഞ്
വലിയ വലിയ രാഷ്ട്രീയ മൂല്യങ്ങൾ ഇതുവരെ പ്രസംഗിച്ച് അതേസമയത്ത് ഇരുട്ടിന്റെ മറവിൽ സ്വർണ്ണ കള്ള കച്ചവടത്തിന് കൂട്ടുനിന്ന് പണമുണ്ടാക്കിയ കോടികൾ ഉണ്ടാക്കിയവരൊക്കെ വരാൻ കിടക്കുന്നതേ ഉള്ളൂ. CPM സാധാരണ ചോദിക്കുന്ന ചോദ്യമുണ്ട്, എന്തേ നിങ്ങൾ കള്ളക്കടത്ത് അന്വേഷിക്കാത്തത്? തിരുവനന്തപുരത്ത് വന്നിറങ്ങുന്ന കള്ളക്കടത്ത് സ്വർണം എവിടേക്ക് പോകുന്നു എന്ന് നിങ്ങൾ അന്വേഷിക്കാത്തത് എന്ത്? ഞങ്ങൾ തുറന്നു പറഞ്ഞിരുന്നു. എനിക്ക് തോന്നുന്നു ജനം ചാനലിൽ തന്നെയാണ് ഞാൻ പറഞ്ഞത്. തിരുവനന്തപുരം വഴി അത് എറണാകുളം വഴി കോഴിക്കോട്ടെത്തി, കോഴിക്കോട്ട് നിന്ന് കുന്നമംഗലത്തേക്കും കൊടുവള്ളിയിലേക്കും അത് പോകുന്നു. അവിടുത്തെ MLA-മാർ ഇന്നല്ലെങ്കിൽ നാളെ അന്വേഷണ ഏജൻസിയുടെ മുമ്പിൽ വന്ന് മുട്ടടിച്ച് നിൽക്കുന്നത് നമുക്ക് കാണാം എന്ന് നമ്മൾ വളരെ മുമ്പ് തന്നെ പറഞ്ഞതാണ്. ഏതാണ്ട് കാര്യങ്ങൾ അങ്ങോട്ട് നീങ്ങുകയാണ്. പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞു, മടിയിൽ കനമുള്ളവർക്കേ ഭയമുള്ളൂ. മടിയിൽ കനമുണ്ട് എന്ന് തോന്നുമ്പോഴാണ് ഇടി വർദ്ധിക്കുന്നത്. ഇരട്ടച്ചങ്ങ് ഉണ്ടായിട്ട് കാര്യമില്ല. ഇരട്ടച്ചങ്ങിന്റെയും ആ ശബ്ദം ശബ്ദം ഇപ്പൊ സെക്രട്ടേറിയറ്റിലെ എല്ലാ ജോലിക്കാർക്കും കേൾക്കാമെന്നാണ്. അതാണ് പിണറായി വിജയന്റെയും എല്ലാം അവസ്ഥ. അതുകൊണ്ട് ഇതൊരു വലിയ കിൻപിന്നല്ല, ഇതൊരു ചെറിയ കിൻപിൻ. ഒരു ചെറിയ കിൻപിൻ വരാൻ പോകുന്നതേ ഉള്ളൂ. കിൻപിന്നുകളൊക്കെ യഥാർത്ഥ കിൻപിന്നുകളൊക്കെ വരാൻ പോകുന്നതേ ഉള്ളൂ. അതുകൊണ്ട് വളരെ കൃത്യമാണ്, കാര്യങ്ങൾ വളരെ കൃത്യമാണ്. കൂപ്പർ ബാലകൃഷ്ണൻ അന്ന് വളരെ കൃത്യമാണല്ലോ ഈ സ്വർണ്ണ കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട വിഷയം. അപ്പോ ഒരു ഭാഗത്ത് കസ്റ്റംസ് കൃത്യമായ അന്വേഷണം നടക്കുന്നു. ആ അന്വേഷണം നടത്തിക്കൊണ്ട് ഓരോരുത്തരെയും കസ്റ്റഡിയിൽ എടുത്തുകൊണ്ടിരിക്കുന്നു. മറുഭാഗത്ത് CBI വന്നിരിക്കുന്നു. ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങൾ സ്വാഭാവികമായും ഇന്ന് ചർച്ച ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. CBIയുടെ വിഷയത്തിൽ CBI വരുമ്പോൾ തന്നെ ആ CBIയുടെ വഴിമുടക്കിയും വേണ്ടി സാധാരണ ചില കഥകളൊക്കെ കണ്ടിട്ടില്ലേ? ചില വേതാളങ്ങളെയൊക്കെ പിടിച്ചു കെട്ടാൻ വേണ്ടി ചില മന്ത്രവാദികളോ അല്ലെങ്കിൽ ആ തരത്തിലുള്ള ആളുകളൊക്കെ വരുന്ന സമയത്ത്, അല്ലെങ്കിൽ ഈ സത്വഗുണമുള്ള ആളുകൾ വരുമ്പോ വ്യക്തികൾ ആ വഴിമുടക്കുന്നത് പോലെ സത്വഗുണവുമായിട്ട് കേന്ദ്ര ഏജൻസികൾ കള്ളത്തരം പിടിക്കാൻ, കള്ളക്കടത്ത് പിടിക്കാൻ, മയക്കുമരുന്ന് പിടിക്കാൻ, സ്വർണ്ണക്കള്ളക്കടത്ത് പിടിക്കാൻ, കോഴ പിടിക്കാൻ ഒക്കെ വരുമ്പോ അതിനെ തടയാനുള്ള പല ശ്രമങ്ങളും ആരംഭിച്ച് അതൊരു ശ്രമമായിരുന്നു എന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഏതാണ്ട് പൊളിഞ്ഞിരിക്കുന്നത്. അപ്പോ ഇതൊക്കെ മടിയിൽ കനമുള്ളവരാണ് ചങ്കിടിക്കുന്നത്, എന്റെ ചങ്കാണ് ഇടിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതാണ് ആമുഖമായിട്ട് പറയാനുള്ളത്. യെസ്, ആ ചങ്കെടുപ്പ് അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ തന്നെ ചൂണ്ടിക്കാണിച്ച പോലെ സെക്രട്ടേറിയറ്റിൻ്റെ ജീവനക്കാർക്കൊക്കെ ഇങ്ങനെ കേൾക്കാമെന്ന രീതിയിൽ തന്നെയാണ്. പക്ഷേ മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനങ്ങളിലും ഒരു പക്ഷേ ആ രീതിയിലുള്ള ചില പ്രതികരണങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. പല കാര്യങ്ങളും പറയുമ്പോൾ അദ്ദേഹം കണ്ണുരുട്ടുകയും നിങ്ങൾക്കൊക്കെ ഭ്രാന്താണ് എന്ന രീതിയിലൊക്കെ പറയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നതൊക്കെ ഇതുകൊണ്ടായിരിക്കുമെന്നൊരു ചോദ്യം അവിടെ ഉയരുന്നുണ്ട്. എന്തായാലും ശ്രീ ശ്രീജിത്ത് പണിക്കർ, ഞാൻ താങ്കളോടായിരുന്നു ചോദ്യം ചോദിച്ചത്. ടെലിഫോൺ തകരാറിലെ ചെറിയൊരു തകരാറാണ്, എന്നോട് ദയവായി ക്ഷമിക്കുക. വീണ്ടും അതേ ചോദ്യം തന്നെയാണ് താങ്കളിലേക്ക് വരുന്നത്. കാരാട്ട് ഫൈസൽ ഇപ്പോൾ പിടിയിലായി. സ്വാഭാവികമായിട്ടും ഒരു ചെറിയ ആളല്ല, നിസാരക്കാരനല്ല. ഇടതുപക്ഷത്തോട് അടുത്ത് നിൽക്കുന്ന ഒരാളാണ്. സംസ്ഥാന സെക്രട്ടറി വരെ അദ്ദേഹത്തിൻ്റെ കാറിൽ സഞ്ചരിച്ചതാണ്. വിവാദങ്ങൾ ഒരുപാട് ഉണ്ടാക്കിയ ആളാണ്. 2013 ഒരു സ്വർണ്ണ കള്ളക്കടത്തിൽ DRA 7ാം പ്രതിയാക്കിയ ആളാണ്. 2015 അദ്ദേഹത്തിന് വേണ്ടി CPM-കാർ തന്നെ വോട്ട് ചോദിച്ച ആളാണ്. എങ്ങനെ നിരീക്ഷിക്കും? അല്ല ശ്യാം, ഇതില് ഒരുപാട് വലിയ പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ ഇതിൽ CPM-ന് പറയാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം, മന്ത്രി KT ജലീലിന്റെ കേസിലേതുപോലെ തന്നെ CPM-ന്റെ ഒരു അംഗമല്ല ഇദ്ദേഹം എന്ന് മാത്രമേ പറയാൻ പറ്റുകയുള്ളൂ. പക്ഷേ പ്രത്യക്ഷത്തിൽ CPM-ന്റെ ഭാഗമാണ്, CPM-നോടൊപ്പം നിൽക്കുന്നയാളാണ്. താങ്കൾ ഇവിടെ പറഞ്ഞതുപോലെ ശ്രീ കോടിയേരി ബാലകൃഷ്ണന് തന്റെ കൂപ്പർ വാഹനം കൊടുത്തിരുന്നയാളാണ്, കൂപ്പർ മിനി കൊടുത്തിരുന്നയാളാണ്. തന്നെയുമല്ല, ഈ പറഞ്ഞതുപോലെ മുൻപുണ്ടായിരുന്ന, എനിക്ക് തോന്നുന്നു കരിപ്പൂരിലെ കേസിലാണ് അദ്ദേഹം പ്രതി ചേർക്കപ്പെടുകയും ചെയ്തിരുന്ന ആളാണ്. പക്ഷെ ഇവിടെ കേവലം എന്തെങ്കിലും ന്യായീകരണ ക്യാപ്സൂളുകൾ പറഞ്ഞ് ഇവിടെ CPM-കാർക്ക് രക്ഷപ്പെടാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഒരുപാട് വലിയ പ്രശ്നങ്ങളുണ്ട്. ഒന്നാമതായിട്ട് അദ്ദേഹത്തിന്റെ വീട്ടിൽ വളരെ സമയം നീണ്ടുനിന്ന ഒരു റെയ്ഡ് നടക്കുകയുണ്ടായി. അപ്പോൾ റെയ്ഡ് എന്ന് പറയുമ്പോൾ അതിൽ ഡിജിറ്റൽ തെളിവുകളൊക്കെ ശേഖരിച്ചു എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായും അദ്ദേഹത്തെ കസ്റ്റഡിയിൽ എടുക്കുന്നതിന് മതിയായ കാരണം എന്തായാലും അന്വേഷണ ഏജൻസിക്ക് ഉണ്ടാകുമെന്നുള്ളത് തീർച്ചയാണ്. ഇനി മറ്റൊരു കാര്യം, രണ്ടാമത്തേതെന്ന് പറയാവുന്ന ഒരു കാര്യം, ഇവിടെ സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതികളുമായി അദ്ദേഹത്തിന് വളരെ ദീർഘമായിട്ടുള്ള ഫോൺ ബന്ധമുണ്ടായിരുന്നു എന്ന് പറയുന്നു. അപ്പൊ ഏതെങ്കിലും 1-2 കോളുകൾ വരിക എന്നതോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇൻകമിംഗ് കോളുകൾ മാത്രം വരിക എന്നുള്ളതിനോ അപ്പുറത്തേക്ക്
ഇദ്ദേഹവും സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതിയല്ല, പ്രതികളുമായിട്ട് അദ്ദേഹത്തിന് ബന്ധമുണ്ടായിരുന്നു എന്ന രീതിയിലുള്ള ഒരു വാർത്ത കൂടി ഇവിടെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. തന്നെയുമല്ല, ഇദ്ദേഹത്തെ പറ്റിയുള്ള ഇൻവോൾവ്മെന്റിനെ കുറിച്ച് എന്തെങ്കിലും രീതിയിലുള്ള ഒരു മൊഴി ഇവിടെ കസ്റ്റംസിന് നൽകിയിരിക്കുന്നത് ഈ കേസിലെ തന്നെ പ്രതിയായിട്ടുള്ള KT റമീസ് ആണ് എന്ന് പറയുന്നു. അപ്പൊ ഇത് അദ്ദേഹത്തിനെതിരെ നിൽക്കുന്ന ശക്തമായിട്ടുള്ള മൂന്നാമത്തെ തെളിവാണ്. ഇനി തന്നെയല്ല, താങ്കൾ ഇവിടെ തന്നെ പറഞ്ഞതുപോലെ മറ്റ് സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതികളുമായിട്ട്, അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് തന്നെ ഏതാണ്ട് 80 കിലോ സ്വർണം തൃശ്ശിനാപ്പള്ളിയിലും മറ്റും കൊണ്ടുപോയി ഇദ്ദേഹം വിറ്റു എന്ന രീതിയിലും ഇദ്ദേഹത്തിന് ഈ സ്വർണ്ണ കള്ളക്കടത്തിൽ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടായിരുന്നു എന്ന രീതിയിലുമുള്ള വാർത്തകൾ വരുന്നു. അപ്പൊ ഈ പറയുന്ന കേസുകളൊക്കെ തന്നെ, അല്ലെങ്കിൽ ഈ പറയുന്ന വാദങ്ങളൊക്കെ തന്നെ എന്തെങ്കിലും രീതിയിലുള്ള ന്യായീകരണ വാദങ്ങൾ കൊണ്ട് ഒരുപക്ഷെ CPM-ന് പ്രതിരോധിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. കോടിയേരി ബാലകൃഷ്ണനുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് അത്തരത്തിലുള്ള ഒരു വില കൂടിയ വാഹനം അദ്ദേഹത്തിന്റെ കൊടുവള്ളിയിലെ പ്രചാരണ വേലയ്ക്ക് വേണ്ടിയിട്ട് കൊടുത്തു എന്ന് പറയുന്നതും, അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ കരിപ്പൂരിലുള്ള ഒരു കേസിലെ പ്രതിയായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇത് വളരെ ശക്തമായിട്ടുള്ള, വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് ഇദ്ദേഹം നേരിടുന്നത്. അപ്പൊ ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത്, മറ്റ് എന്ത് കാര്യങ്ങളെ പറ്റി ഇവർ പറഞ്ഞാലും, അതായത് മറ്റ് ഏജൻസികൾ ഇവിടെ വന്ന് അന്വേഷിച്ചു കൊള്ളട്ടെ, നമ്മുടെ ഭരണവുമായിട്ടോ സർക്കാരുമായിട്ടോ യാതൊരു വിധത്തിലുള്ള ബന്ധമുള്ള ആൾക്കാരും ഇതിലില്ല എന്നൊക്കെ പറയുമ്പോഴും ഒരു ഭാഗത്ത് ഇത്തരത്തിലുള്ള വാദങ്ങളെല്ലാം തന്നെ കൊഴിഞ്ഞു വീഴുന്ന രീതിയിലുള്ള കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത് ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട്, ഇപ്പൊ ഈ ഫൈസൽ എന്ന് പറയുന്ന ഒരാളുമായി ബന്ധപ്പെട്ട് വാർത്തകൾ വരുമ്പോൾ തന്നെ CPM-ന്റെ തന്നെ മറ്റ് MLA-മാരിൽ ചില ആൾക്കാർ പ്രതികരിക്കുന്നില്ല, ചില ആൾക്കാർ ഇദ്ദേഹവുമായിട്ട് സുഹൃത്ത് ബന്ധം മാത്രമേ ഉള്ളൂ, മറ്റു തരത്തിലുള്ള ബന്ധങ്ങളില്ല എന്നൊക്കെയുള്ള രീതിയിൽ പ്രസ്താവനകളൊക്കെ ഇറക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അപ്പൊ ഇത് തീർച്ചയായും ശുഭോദർക്കമായിട്ടുള്ള ഒരു കാര്യമല്ല സർക്കാരിനും CPM-നും. ഈ കാര്യത്തിൽ അവരുടെ മുൻപ് ഉള്ള നിലപാട്, അതായത് ഏത് ഏജൻസി വന്നു കഴിഞ്ഞാലും അത് സുഗമമായിട്ട് ആ അന്വേഷണത്തിന് സഹകരിക്കും എന്ന് പറഞ്ഞതും, കേന്ദ്ര ഏജൻസിയുടെ എല്ലാവിധത്തിലുള്ള അന്വേഷണ നടപടികളും വളരെ കൃത്യമായിട്ടാണ് മുൻപോട്ട് പോകുന്നത് എന്നുള്ള പ്രസ്താവന, സ്വന്തം പ്രസ്താവന മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ തിരുത്തുകയില്ല എന്നുമാണ് ശ്യാം ഞാൻ കരുതുന്നത്. CPM നേതാവ് ഡോക്ടർ ഷിജു ഖാൻ കൂടി ഈ ചർച്ചയിൽ ഇപ്പോൾ ചേരുന്നുണ്ട്. സ്വാഗതം ശ്രീ ഷിജു ഖാൻ. ആദ്യമേ അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ കാരാട്ട് ഫൈസലിന്റെ കാര്യത്തിൽ എന്താണ് CPM-ന്റെ നിലപാട്? തള്ളുമോ അല്ലെങ്കിൽ കൊള്ളുമോ? യെസ്, പെട്ടെന്ന് പരിഹരിച്ചെത്താം. വീണ്ടും അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണനിലേക്ക് വീണ്ടും പോവുകയാണ്. അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ, നമ്മൾ സംസാരിച്ചു കൊണ്ടിരുന്ന വിഷയം ചങ്കിടിപ്പിനെ കുറിച്ചാണ്. ഇനി രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ നിലവിൽ കാരാട്ട് ഫൈസൽ INL-ലാണ്, ലയിച്ചു കഴിഞ്ഞു PT റഹീമിനോടൊപ്പം തന്നെ. INL-നെ ഈ അടുത്താണ് ഇടതുമുന്നണി CPM ഇങ്ങനെ ചേർത്ത് പിടിച്ചത്. സ്വാഭാവികമായിട്ടും ഈ വിഷയത്തിൽ കുറച്ചുകൂടി ഉത്തരവാദിത്വം CPM-നില്ലേ? ഒരു സംശയമില്ലല്ലോ, ഉത്തരവാദിത്വം ഉണ്ടെന്ന് പറയേണ്ട പ്രശ്നം. ഞാൻ സംസാരിക്കുന്ന എന്റെ ചെവിയിൽ എന്നെ കേൾക്കുന്നത്. യെസ്, അതൊന്ന് പരിഹരിക്കണം. PCR ദയവായി ഒന്ന് പരിഹരിക്കും. കാരണം CPM-ഉം ഈ പറഞ്ഞിട്ടുള്ള കള്ളക്കടത്ത് സംഘവും തമ്മിൽ വലിയ ബന്ധമുണ്ട്, ഡയറക്റ്റ് ബന്ധം തന്നെയുണ്ട്. ഞാനൊരു പ്രധാനപ്പെട്ട ഉദാഹരണം സൂചിപ്പിക്കാം. നായനാർ ചാരിറ്റബിൾ സൊസൈറ്റി എന്ന് പറഞ്ഞിട്ട് കോഴിക്കോട് ഈ പറഞ്ഞ കരാട്ട് ഫൈസലും അതുപോലെ ഈ കൊടുവള്ളി, കുന്നമംഗലം എന്നീ സ്ഥലത്തെ MLA-മാരും എല്ലാം ചേർന്ന് സഞ്ജു എന്ന് പറയുന്ന CPM-ന്റെ ഒരു നേതാവും അദ്ദേഹത്തിന്റെ ഭാര്യയുടെ അച്ഛൻ ഷംസുദ്ദീൻ എന്ന് പറയുന്ന വ്യക്തിയും, ഇവരെല്ലാം തന്നെ CPM-മായി അഭേദ്യ ബന്ധമുള്ള ആളുകളാണ്. ഇവരുടെ വീടുകളിലും കസ്റ്റംസിന്റെ റെയ്ഡ് നടന്നത് മാത്രമല്ല, നിരവധി സമയത്ത് 2-3 പ്രാവശ്യം റെയ്ഡും അതുപോലെ ക്രിസ്ത്യൻ ജയിലും തുടങ്ങിക്കഴിഞ്ഞു. അതിനകത്ത് കിട്ടിയ വിവരമനുസരിച്ച് പകല് നായനാരാണ്, രാത്രി കള്ളക്കടത്താണ്. പകല് നായനാർ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിലുള്ള ഹൃദയ ചാരിറ്റബിൾ വർക്ക്സ്, ആ ചാരിറ്റബിൾ വർക്ക്സിന് പകല് ആംബുലൻസ് നായനാരുടെ പേര് കൂടുന്നു, രാത്രിയിൽ നായനാരുടെ പേരിലെ ആംബുലൻസ്. ഇത് വലിയ മാധ്യമ കോലാഹലങ്ങളും പ്രധാനപ്പെട്ട മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്ത കാര്യം ഞാൻ ഇപ്പോൾ താങ്കളുടെ മുമ്പാകെ വെച്ചത്. എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഈ INL അടക്കമുള്ള ആളുകൾ ഈ CPM-ലേക്ക് വന്നു ചേർന്നത് തന്നെ ഒരു പരിധി വരെ കള്ളക്കടത്ത് നടത്താൻ വേണ്ടി തന്നെയാണ്. കള്ളക്കടത്തിന് പാർട്ടിയായിട്ട് ഈ ഭരണം അതുപോലെ CPM-ന്റെ നേതാക്കന്മാർ മാറിയപ്പോൾ അതിന് സൗകര്യപ്പെടാൻ വേണ്ടി തന്നെയാണ് ഇവര് ചേർന്നത്, അഥവാ ഇവരെ ചേർത്തിയത്. അതിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് CPM-ന് ഒഴിഞ്ഞു മാറാൻ സാധിക്കില്ല. ഇപ്പൊ CPM ചോദിച്ച കുറെ ചോദ്യങ്ങൾ ഉണ്ടല്ലോ. സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് കുഞ്ഞാലിക്കുട്ടിയുടെ അതുപോലെ മുസ്ലിം ലീഗിന്റെ ചില ആളുകൾക്ക് ബന്ധമുണ്ട് എന്ന് വന്നപ്പോ അവര് ചോദ്യം ഉന്നയിച്ചല്ലോ. ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ചോദ്യമല്ലല്ലോ ഈ കാര്യം. അവരത് കോൺഗ്രസിന്റെ നേതാക്കന്മാരോടാണ് ഉന്നയിച്ചത്. അതേ ചോദ്യം തന്നെയാണ് BJP ഇപ്പോൾ CPM ഉന്നയിക്കുന്നത്.
ഇതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് CPM മാറി നിൽക്കാൻ കഴിയില്ല. ഒരു ഉത്തരവാദിത്വത്തിൽ നിന്ന് മാറി നിൽക്കാനും കഴിയില്ല. ഇന്നത്തെ പുതിയ വാർത്ത അനുസരിച്ച് 38 കോടി രൂപയുടെ ആസ്തി സ്വപ്ന സുരേഷിനുണ്ട് എന്നാണ്. സ്വപ്ന സുരേഷിന് ഈ ആസ്തി ഉണ്ടാക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തത് പ്രിൻസിപ്പൽ സെക്രട്ടറിയാ. ആരുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയാ? മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയാ. അപ്പൊ ഒരു ഭാഗത്ത് സ്വപ്ന സുരേഷ്, ഒരു ഭാഗത്ത് പ്രിൻസിപ്പൽ സെക്രട്ടറി വഴി, മറുഭാഗത്ത് വരുന്ന സ്വർണം അത് ഇത്തരത്തിലുള്ള MLA-മാരും CPM-ന്റെ ഈ ജില്ലാ നേതാക്കന്മാരും എല്ലാം വഴി മുന്നോട്ട് പോകുന്നത് നമുക്കറിയാമല്ലോ. വളരെ കൃത്യമായിട്ടുള്ള ഒരു ഉദാഹരണം കൂടി ഞാൻ ചൂണ്ടിക്കാണിക്കാം. മോഹന മാഷെ ജയിലിൽ സന്ദർശിക്കാൻ പോയത് ആരാണ്? ഇത് ശ്യാമൻ അറിയാവുന്ന കാര്യമാണല്ലോ, ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. ഈ മോഹന മാഷെ ജയിലിൽ കാണാൻ പോയത് ഒരു സ്വർണ്ണ കള്ളക്കടത്തുകാരനല്ലേ? അപ്പൊ ആരാണ് എന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ ഇതൊക്കെ വളരെ കൃത്യമല്ലേ കാര്യങ്ങൾ. ഇന്നത്തെ ഹൈക്കോടതിയുടെ ഒരു കാര്യം കൂടി എടുത്താൽ അതിനേക്കാൾ രസകരം. അത് നിങ്ങൾ പിന്നെ ലൈഫിന്റെ പദ്ധതിയുടെ വിഷയം ചോദിക്കുമ്പോൾ ഞാനത് പറയാം. അപ്പൊ വാസ്തവത്തിൽ സ്വർണ്ണ കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട ഏതാണ്ട് എല്ലാ കള്ളക്കടത്തുകാരും CPM-ഉമായിട്ട് നല്ല ബന്ധത്തിലാണ്. യെസ് ഗോപാലകൃഷ്ണൻ, നമുക്കൊരു കാര്യം ചെയ്യാം. ഷിജു ഖാനിലേക്ക് ചോദിക്കാം. സ്വാഭാവികമായിട്ട് ലൈഫ് മിഷൻ രണ്ടാമത്തെ ഭാഗമായിട്ട് തന്നെ നമുക്ക് എടുക്കാം. ഡോക്ടർ ഷിജു ഖാൻ, ആദ്യം പൊതുസമൂഹത്തിന് അറിയേണ്ടത് ഈ കാരാട്ട് ഫൈസലിൽ CPM-ന്റെ നിലപാടെന്താണ്? സംസ്ഥാന സർക്കാർ എല്ലാ തരത്തിലുമുള്ള കള്ളക്കടത്ത് വ്യവസ്ഥകളും അതിന്റെ സമീപനങ്ങൾക്കും എതിരായ നിലപാടാണ് സ്വീകരിക്കുന്നത്. രാജ്യം ഭരിക്കുന്ന BJP ഗവൺമെന്റും BJP-യുടെ ഭാഗമായിട്ടുള്ള ആളുകളും രാജ്യത്ത് പലയിടങ്ങളിലും കള്ളക്കടത്തിന് സഹായിക്കുകയും അതിന്റെ ഭാഗമായിട്ടുള്ള ഗുണഫലങ്ങൾ അനുഭവിക്കുകയൊക്കെ ചെയ്യുന്നവരാണ്. കള്ളക്കടത്ത് തടയുന്നതിനു വേണ്ടി കർക്കശമായ നിലപാട് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ എയർപോർട്ടുകൾ കേന്ദ്രീകരിച്ച്, ഗുജറാത്ത് എയർപോർട്ടുകൾ കേന്ദ്രീകരിച്ച് ഗുരുതരമായിട്ടുള്ള കള്ളക്കടത്തുകൾ നടക്കുന്നു എന്നുള്ള വിവരം പുറത്തു വരുന്നു. ഇപ്പൊ കേരളത്തിലെ സ്വർണ്ണക്കടത്താണെങ്കിൽ കേന്ദ്രമന്ത്രി V. മുരളീധരനെ പോലുള്ള ആളുകളുടെ ബന്ധം വളരെ മറനീക്കി പുറത്തു വരുന്നു. അദ്ദേഹം രാജിവെക്കുകയാണ് ഏറ്റവും ഉചിതമായ നടപടി എന്ന് BJP ഞങ്ങൾ ഓർമ്മിപ്പിക്കുന്നു. ഇവിടെ സൂചിപ്പിക്കപ്പെട്ട കള്ളക്കടത്ത്, സ്വർണ്ണക്കടത്താണെങ്കിൽ അതിൽ BJP-യും BJP-യുടെ ഭാഗമായി രൂപീകരിക്കപ്പെട്ട ടെലിവിഷൻ ചാനലായിട്ടുള്ള ജനം TV-യും അതിന്റെ കോർഡിനേറ്റിംഗ് എഡിറ്റർ അനിൽ നമ്പ്യാരും അടക്കം അന്വേഷണത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്, ചോദ്യം ചെയ്യലിന് വിധേയമായി. അപ്പോ രാജ്യം ഭരിക്കുന്ന കക്ഷിക്ക് ആണല്ലോ ഈ എയർപോർട്ടുകൾ വഴി അനസ്യൂതം സ്വർണ്ണക്കടത്ത് നടക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഗുണഫലങ്ങൾ അവർക്കാണ്. അവരതുകൊണ്ടാണ് തടയുന്നതിന് വേണ്ടിയുള്ള നിലപാടുകൾ സ്വീകരിക്കാത്തത്. പക്ഷെ സംസ്ഥാന സർക്കാർ ഈ വിഷയം ഉയർന്നു വന്ന ഘട്ടത്തിൽ തന്നെ ഏതുതരം അന്വേഷണത്തെയും സ്വാഗതം ചെയ്തുകൊണ്ടും NIA-യുടെ അന്വേഷണത്തെ ഉൾപ്പെടെ സ്വാഗതം ചെയ്തുകൊണ്ടുമുള്ള നിലപാട് സ്വീകരിച്ചു. NIA തന്നെ കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ള സത്യവാങ്മൂലത്തിൽ ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പിന്നെ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടതും പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെട്ടതും അതിന്റെ അടിസ്ഥാനത്തിൽ NIA അന്വേഷണം ആരംഭിച്ചതും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സംസ്ഥാന സർക്കാരിന്റെയും ഇടതുപക്ഷത്തിന്റെയും സമീപനം സുവ്യക്തമാണ്. ഇത്തരത്തിലുള്ള കള്ളക്കടത്തുകളെയും സ്വർണ്ണക്കടത്തിനെയും അതിശക്തമായിട്ട് തടയുന്നതിനു വേണ്ടിയുള്ള നിലപാട് സ്വീകരിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. പക്ഷെ അപ്പോഴും താങ്കൾ ജനം TV-യെ പറ്റി പറഞ്ഞു, BJP-യെ പറ്റി പറഞ്ഞു, അതൊക്കെ രാഷ്ട്രീയമായിട്ടുള്ള കാര്യമാണ്. ജനം TV-യെ പറ്റി പറഞ്ഞുകൊണ്ട് മാത്രം അത് എനിക്ക് ഇടപെട്ടേ മതിയാകൂ. കാരണം ആ വിഷയത്തിൽ എന്താണ് ഇപ്പോൾ സംഭവിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാം, പൊതുസമൂഹത്തിനും അറിയാം. അതെന്തായാലും അവിടെ നിൽക്കട്ടെ. പിന്നെ രണ്ടാമത്തെ വസ്തുതാപരമായിട്ടുള്ളൊരു കാര്യം, BJP-യുടെ ചാനലല്ല ജനം TV. ദയവായി താങ്കൾ വളരെ എഴുതുകയും വായിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരാളാണ്. ദയവായി താങ്കൾ അത് മനസ്സിലാക്കണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. അത് സ്വാഭാവികമായിട്ട് ദേശീയതയും സംസ്കാരവും ഒക്കെ മുൻനിർത്തി പ്രവർത്തിക്കുന്ന ഒരു മാധ്യമ സ്ഥാപനമാണ് ജനം TV. ഈ അതേ ചിന്തയിലുള്ള ഒരുപാട് പേർ ചേർന്ന് രൂപം നൽകിയ ഒരു സ്ഥാപനം കൂടിയാണ്. അത് രണ്ടാമത്തെ കാര്യം. വീണ്ടും ഞാൻ ചോദിക്കുകയാണ് ഡോക്ടർ ഷിജു ഖാൻ, കാരാട്ട് ഫൈസലിന്റെ കാര്യത്തിൽ CPM-ന്റെ ഔദ്യോഗിക നിലപാടെന്താണ്? എന്താണ് CPIM-ന് അക്കാര്യത്തിൽ എന്താണ് CPIM-ന് അക്കാര്യത്തിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങളെ സംബന്ധിച്ച് ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടത്? എന്തിനാണ് CPIM അത്തരത്തിൽ ഉത്തരവാദിത്വം ഏറ്റെടുക്കണമെന്ന് നിങ്ങൾ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. CPIM-ന്റെ തുടക്കം മുതൽ അതിശക്തമായിട്ട് ഈ സ്വർണ്ണക്കടത്തിനെ സംബന്ധിച്ച് കൃത്യമായ നിലപാടെടുക്കുകയും പ്രതികരിക്കുകയും ചെയ്യുന്ന പാർട്ടിയാണ് CPIM.
CPIM-ന്റെ ഭാഗമായിട്ടുള്ള ഒരാളും തന്നെ ഇത്തരത്തിലുള്ള കടത്തിന്റെ ഭാഗമായിട്ട് ഏർപ്പെടുകയോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഘട്ടത്തിൽ പിന്നെ അതിന്റെ ഭാഗമായിട്ട് വരികയോ ഒന്നും ചെയ്തിട്ടില്ല. വന്നിട്ടുള്ളതൊക്കെ മുസ്ലിം ലീഗിന്റെ ഭാഗമായിട്ടുള്ള ആളുകൾ. കാരാട്ട് ഫൈസൽ ആരാണ് ഡോക്ടർ ഷിജു ഖാൻ? കാരാട്ട് ഫൈസൽ ആരാണെന്നും എന്താണെന്നുള്ളതല്ലല്ലോ. ഞാൻ CPIM-നെ സംബന്ധിച്ച് നിലപാട് ഇവിടെ പറയുകയുണ്ടായി. ഏതെങ്കിലും തരത്തിലുള്ള അന്വേഷണങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ, അത്തരത്തിലുള്ള ചോദ്യം ചെയ്യലുകൾ നടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ അന്വേഷണ സംഘത്തിന്റെ ഭാഗമായിട്ട് വരേണ്ടുന്ന കാര്യമാണ്. CPIM-ന്റെയോ ഇടതുപക്ഷത്തിന്റെയോ ഏതെങ്കിലും ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ അതല്ലെങ്കിൽ പാർട്ടിയുടെ നേതൃനിരയിൽ നിൽക്കുന്ന ആളുകൾ, പാർട്ടിയുടെ അംഗമായി നിൽക്കുന്ന ആളുകളൊന്നും ഇത്തരം കടത്തുപോലുള്ള കാര്യങ്ങളിൽ ഇടപെടുകയോ അതല്ലെങ്കിൽ അതിന്റെ ഭാഗമാവുകയോ ചെയ്തിട്ടില്ല. അക്കാര്യത്തിൽ അതുകൊണ്ട് തന്നെ കൃത്യമായ നിലപാടാണ് CPIM വിശദീകരിച്ചിട്ടുള്ളത്. യെസ്, പക്ഷേ ഇവിടെ പ്രശ്നം ഈ ഒന്ന് PTA റഹീം, കാരാട്ട് റസാക്ക് ഈ രണ്ട് MLA-മാരും ഇടതുപക്ഷത്തോടൊപ്പമാണ്. സ്വാഭാവികമായിട്ട് അവരിലേക്കൊക്കെ അന്വേഷണം പോകണമെന്നുള്ള കൃത്യമായ ആവശ്യമുണ്ട്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ആരോപണം ബിനീഷ് കോടിയേരിയുമായി കാരാട്ട് ഫൈസലിന് അടുത്ത ബന്ധമുണ്ട് എന്നൊരു ആരോപണമുണ്ട്. അതിനെ CPM എങ്ങനെയാണ് നേരിടുന്നത്? അല്ല, CPIM ഒരു നിലപാടെടുക്കുന്നത് രാഷ്ട്രീയമായിട്ടും അതുപോലെ തന്നെ CPIM-നെ സംബന്ധിച്ച് ഇക്കാര്യത്തിൽ നിലപാടെടുക്കുന്നത് ഞാൻ ആദ്യം സൂചിപ്പിച്ചല്ലോ, CPIM-ന്റെ നേതൃനിരയിലോ അല്ലെങ്കിൽ CPIM-ന്റെ ഭാഗമായിട്ടോ പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളോ ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളോ ഒന്നും ഈ കാര്യങ്ങളുടെ ഭാഗമായിട്ടില്ല. പിന്നെ പാർട്ടി നേതാക്കന്മാരുടെ മക്കൾ സംബന്ധമായ വിഷയത്തിൽ അക്കാര്യത്തിൽ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. പലപ്പോഴും പാർട്ടി നേതാക്കന്മാരുടെ മക്കളെ അകാരണമായി ഇത്തരം സന്ദർഭങ്ങളിലേക്ക് വലിച്ചിഴയ്ക്കാൻ മാധ്യമങ്ങളും ഒക്കെ ശ്രമിക്കുന്നുണ്ട്. ഇനി ഏതെങ്കിലും തരത്തിൽ പിന്നീട് ഒരു അന്വേഷണത്തിന്റെ പരിധിയിൽ ഒരു നേതാവിന്റെ മകൻ ഒക്കെ വന്നിട്ടുണ്ട് എങ്കിൽ അത്തരം കാര്യങ്ങൾ നിയമപരമായിട്ടുള്ള വഴികളിലൂടെയാണ് പോകേണ്ടത്. അതിനപ്പുറം CPIM അക്കാര്യത്തിൽ മറുപടി പറയണം എന്ന് പറയുന്നതിന്റെ ഒരു അർത്ഥം മനസ്സിലാകുന്നില്ല. അതൊക്കെ കോൺഗ്രസും BJP-യും CPIM-നെ ഇതിലേക്ക് വലിച്ചടയ്ക്കാൻ നടത്തുന്ന ശ്രമങ്ങളാണ്. അത്രയേ ഉള്ളൂ. മുരളീധരനെ പോലുള്ള കേന്ദ്രമന്ത്രിമാർ ഇക്കാര്യത്തിൽ എടുക്കുന്ന സമീപനവും ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടിട്ട് അവരുടെ പരസ്യമായിട്ടുള്ള ബന്ധവും ഒക്കെ മറനീക്കി പുറത്തു വന്നിട്ടുണ്ട്. CPIM-ന് മറച്ചുവെക്കാനോ സംസ്ഥാന ഗവൺമെന്റിന് ഇക്കാര്യത്തിൽ മറച്ചുവെക്കാനോ ഉണ്ടെങ്കിൽ ഏതുതരം അന്വേഷണത്തെയും സ്വാഗതം ചെയ്തുകൊണ്ടുള്ള നിലപാടല്ലേ ഞങ്ങൾ അക്കാര്യത്തിൽ. പക്ഷെ ആ നിലപാട് എന്തുകൊണ്ട് CBI-യുടെ അന്വേഷണത്തിലില്ല ഡോക്ടർ ഷിജു ഖാൻ? അതാണ് ഏറ്റവും കൗതുകരം. എന്നാൽ ആ വിഷയത്തിലേക്ക് നമുക്ക് വരാം. ഒറ്റ നിമിഷം, എനിക്ക് തോന്നുന്നു ഇതിൽ ആദ്യം ശ്രീജിത്ത് പണിക്കർ, ഞാൻ വരാം, തീർച്ചയായും താങ്കളിലേക്ക് വരാം. ശ്യാമിന്റെ ചോദ്യത്തിന്റെ എനിക്ക് അതൊരു ഹാസ്യപ്രധാനമായ ചോദ്യം പോലെ ശ്യാം ചോദിച്ചു. അല്ല, തീർച്ചയായും അല്ല ഡോക്ടർ ഷിജു ഖാൻ, പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എല്ലാ അന്വേഷണങ്ങളെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. അല്ല, എല്ലാ അന്വേഷണങ്ങളെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ CBI-യോട് മാത്രം എന്താണെന്ന് അത് നമുക്ക് ഈ ചർച്ചയിൽ തന്നെ ഭാഗമാണ്. അതിന്റെ ഘട്ടത്തിലേക്ക് വരാം ഡോക്ടർ ഷിജു ഖാൻ. എന്തായാലും വലിച്ചിഴക്കുന്നത് എന്താണെന്നാണ് ചോദ്യം, അല്ലേ ഡോക്ടർ ഷിജു ഖാൻ? വലിച്ചിഴക്കുകയാണ് CPM-നെ, അതല്ല ആരോപണം. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് എടുത്തിട്ടുള്ള സമീപനത്തിൽ നിന്ന് അക്കാര്യത്തിന്റെ ഭാഗമല്ല. അതിപ്പോ BJP-യും കോൺഗ്രസും തമ്മിൽ പരസ്പരം ഒടുക്കൽ വാങ്ങലുകൾ നടത്തി കൊണ്ടുവന്നൊരു അന്വേഷണമാണ് അക്കാര്യത്തിൽ. അതുകൊണ്ട് ഞങ്ങൾക്ക് മറിച്ചൊരു നിലപാടുണ്ട്. അങ്ങനെ നിലപാടെടുക്കാൻ പിന്നെ ഉത്തരവാദിത്തപ്പെട്ട പാർട്ടി എന്ന നിലയിൽ അക്കാര്യത്തിൽ ഞങ്ങൾക്ക് നിലപാടുണ്ട്. അതുകൊണ്ട് എല്ലാ അന്വേഷണങ്ങളും സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട അന്വേഷണവും CBI അന്വേഷണവും രണ്ടാണല്ലോ. അതുകൊണ്ട് CBI അന്വേഷണത്തെ സംബന്ധിച്ച് കൃത്യമായ വിയോജിപ്പ് ഞങ്ങൾക്കുണ്ട്. BJP ഇതര സംസ്ഥാനങ്ങളിലെ ഗവൺമെന്റുകളെ അസ്ഥിരപ്പെടുത്താനും അവരെ പിന്നീട് അവിടുത്തെ ഗവൺമെന്റുകളെ ദുർബലപ്പെടുത്താനും നടത്തുന്ന ഗുരുതരമായിട്ടുള്ള ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഇത്തരം അന്വേഷണം വരുന്നത് എന്ന നിലപാട് ഞങ്ങൾ പരസ്യമായി പറയുകയല്ലേ. അതായത് പേടിയാണോ ഷിജു ഖാൻ? നമ്മളെ അട്ടിമറിക്കൂ എന്നുള്ള ഭയമാണോ? ഇതൊക്കെ എത്ര എന്തൊരു ചോദ്യമാണ് ശ്യാമേ. അല്ല, ഞാൻ ചോദിക്കുന്നത് സ്വാഭാവികമായിട്ടും NIA ഇവിടെ വരുന്നു, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വരുന്നു, DRI വരുന്നു, കസ്റ്റംസ് വരുന്നു, മറ്റ് CBCID വരുന്നു. അതിലൊന്നും ഒരു പ്രശ്നമില്ല ഡോക്ടർ ഷിജു ഖാൻ. പക്ഷേ ഈ CBI വരുമ്പോൾ മാത്രം പറയുന്ന ന്യായം ഇതാണ്: BJP ഇതര സർക്കാരുകളെ അട്ടിമറിക്കുന്ന ഒരു ഏജൻസിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും സർക്കാരിന് അതിന്റെ ഒരു ആശങ്കയോ ഭയമോ അങ്ങനെ എന്തെങ്കിലും ആണോ എന്നാണ് ചോദ്യം. അതൊക്കെ അങ്ങനെ അത്തരം പൈങ്കിളി ചോദ്യങ്ങൾ താങ്കളെപ്പോലും പൈങ്കിളിയല്ല ഡോക്ടർ ഷിജു ഖാൻ. ഇത് വളരെ ഗൗരവമുള്ള ചോദ്യമാണ്. കാരണം എന്തുകൊണ്ട് CBI മാത്രം എതിർക്കുന്നു എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഇതെങ്ങനെ പൈങ്കിളിയാകും? കാരണം ഈ എല്ലാം കേന്ദ്ര ഏജൻസികളാണ്, എല്ലാം അമിത്ഷായുടെ കീഴിലാണ്. അല്ല, ശ്യാമിന് ഇഷ്ടപ്പെടാത്തൊരു മറുപടി ഞാൻ പറഞ്ഞു വരുമ്പോ
ആക്രോശത്തോടെ ചാടി വീഴുകയാണെങ്കിൽ പിന്നെ നിങ്ങൾ തുടർന്നോളൂ. എന്റെ അഭിപ്രായം അങ്ങ് ശരി, സംസാരിക്കാൻ എന്റെ ഇഷ്ടം നോക്കണ്ട. അഡ്വക്കേറ്റ് ഷിജുഖാന് സമയം. ഷിജുഖാൻ പറയും. എന്റെ ഇഷ്ടം നോക്കണ്ട, പറയും. CPIM-നെ പോലെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനെയും ഒക്കെ ഭാഗമായി നിൽക്കുന്ന ഒരു സംസ്ഥാനത്ത് ഭയമാണോ പേടിയാണോ എന്നുള്ള പൈങ്കിളി ചോദ്യങ്ങൾ അല്ല ഞങ്ങൾ നേരിടാൻ ഉദ്ദേശിക്കുന്നത്. ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇവിടെ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട ഗൗരവമുള്ള വിഷയങ്ങൾ ഉയർന്നു. അക്കാര്യത്തിൽ NIA-യുടെ അന്വേഷണം നടക്കുന്നു. അതുമായി ബന്ധപ്പെട്ട പിന്നീട് കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് കസ്റ്റംസിന്റെ അന്വേഷണം നടക്കുന്നു. മറ്റ് സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം നടക്കുന്നു. ആ അന്വേഷണങ്ങളെ ഒന്നും ഞങ്ങൾ നിരാകരിച്ചില്ല. ആ അന്വേഷണങ്ങളെ പൊതുവായിട്ട് സ്വാഗതം ചെയ്തുകൊണ്ടുള്ള നിലപാടാണ് ഞങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത്. പക്ഷെ ഇവിടെ കോൺഗ്രസിന്റെ അനിലക്കരയെ പിന്നെ പരാതിപ്പെടുകയും അത് BJP-യുടെ സംസ്ഥാന പ്രസിഡന്റ് അങ്ങ് പ്രഖ്യാപിക്കുകയും ചെയ്ത് CBI അങ്ങനെ വളരെ പെട്ടെന്ന് അടിയന്തരമായിട്ടുള്ള അന്വേഷണം ആരംഭിക്കുന്നു. ഇത് CBI-യുടെ ഇത്തരത്തിലുള്ള ഒരു അന്വേഷണ പരിധിയിൽ വരേണ്ടുന്ന ഒരു വിഷയമല്ലെന്നും അത്തരത്തിലുള്ള FIR തന്നെ റദ്ദാക്കണം എന്നും ഞങ്ങൾ ആവശ്യപ്പെടുകയുണ്ടായി. അതിന് കാരണം കേന്ദ്രം മാത്രമല്ലല്ലോ ശ്യാമെ രാജ്യത്തുള്ളത്, സംസ്ഥാന ഗവൺമെന്റുകളും കേന്ദ്ര ഗവൺമെന്റും ചേരുന്നതാണ്. ദേശീയത എന്ന് പറഞ്ഞാൽ അതാണ് ശ്യാമെ. സംസ്ഥാന ഗവൺമെന്റുകളെ ദുർബലപ്പെടുത്താനും അസ്ഥിരപ്പെടുത്താനും മറ്റേ ഈ ആയുധവുമായി അതല്ലെങ്കിൽ ഇങ്ങനെ വേട്ടയാടാൻ തുനിഞ്ഞിറങ്ങുമ്പോൾ CBI-യെ കയറൂരി വിട്ടുകൊണ്ട് സംസ്ഥാനങ്ങളുടെ പിന്നീട് എല്ലാ തരത്തിലുമുള്ള ദുർബലപ്പെടുത്താൻ നടത്തുന്ന ശ്രമങ്ങൾ തെറ്റാണ് എന്ന് പറയുന്നത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ്. കാരണം നിങ്ങൾ കാണേണ്ടത് ഒരു പൊതുവായിട്ടുള്ള ഒരു അനുമതി CBI അന്വേഷണത്തിന് ആവശ്യമാണ്. ഇക്കാര്യത്തിൽ ഹൈക്കോടതി ആവശ്യപ്പെട്ടിട്ടില്ല ഇത്തരം ഒരു അന്വേഷണം വേണം എന്ന്, സുപ്രീം കോടതി ആവശ്യപ്പെട്ടിട്ടില്ല ഇത്തരം ഒരു അന്വേഷണം വേണമെന്ന്, അതല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടിട്ടില്ല. സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ട ടൈറ്റാനിയം അഴിമതിയും നേരത്തെ മാറാട് കലാപവും അടക്കമുള്ള വിഷയങ്ങളിൽ CBI അന്വേഷണം ആരംഭിക്കുന്നില്ല. അപ്പൊ അന്വേഷണം ആരംഭിക്കുന്നത് കോൺഗ്രസ് ആവശ്യപ്പെടുകയും അതിലൊരു വസ്തുതപരമായ തെറ്റുണ്ട് ഡോക്ടർ ഷിജുഖാൻ. 2016 തന്നെ CBI അന്വേഷണം ഏറ്റെടുത്തിട്ടുണ്ട്. CBI കോടതിയെ സമീപിച്ചിരിക്കുകയാണ് മാറാട് വിഷയത്തിൽ. ഫയലുകളൊന്നും തരുന്നില്ല എന്നൊക്കെ പറഞ്ഞു. സംസ്ഥാന സർക്കാർ നിസ്സഹകരണം അത് ഈ എല്ലാ കാര്യത്തിലെന്ന പോലെ പെരിയയിൽ ഉൾപ്പെടെയുള്ള സാഹചര്യങ്ങൾ എന്നതുപോലെ മാറാട് വിഷയത്തിലും ഫയലുകളൊന്നും തരുന്നില്ല എന്ന് പറഞ്ഞ് CBI കോടതിയെ സമീപിച്ചിട്ടുണ്ട് ഷിജുഖാൻ. ഡോക്ടർ ഷിജുഖാൻ, വസ്തുതാപരമായ അതൊരു തെറ്റുണ്ട്. ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം ഒറ്റ നിമിഷം. അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ താങ്കൾക്ക് പറയാനുണ്ടോ? അതിനു മുമ്പ് ശ്രീജിത്ത് പണിക്കർ, ഷിജുഖാൻ ഞാൻ തിരിച്ചു വരാം. ഡോക്ടർ ഷിജുഖാൻ തിരിച്ചു വരും. നമ്മൾ 3 പേരല്ലേ ഉള്ളൂ, ഇഷ്ടംപോലെ സമയമുണ്ട്, തിരിച്ചു വരാം. ഞാൻ ഇടപെട്ടിട്ടില്ല ഷിജുഖാൻ, എന്താണ് ഇങ്ങനെ പറയുന്നത്? ഞാൻ വളരെ ശ്രദ്ധയോടുകൂടി താങ്കളുടെ വാദങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയല്ലേ. ഞാൻ മാത്രമല്ല, ഈ അതിഥികൾ എല്ലാവരും കേട്ടുകൊണ്ടിരിക്കുകയല്ലേ. BJP-യുടെ പ്രതിനിധിയെ കൊണ്ടിരുത്തി അദ്ദേഹത്തിന് നിർഗളം സംസാരിക്കാൻ അവസരം കൊടുക്കുന്നു. ഇടതുപക്ഷത്തിനെതിരായിട്ടുള്ള കുപ്രചരണങ്ങൾ അഴിച്ചുവിടുന്നു. നിങ്ങളുടെ ചാനലും BJP-യും അടക്കമുള്ള ബന്ധം നിങ്ങൾ ഇപ്പൊ നിഷേധിക്കുകയാണ്. അനിൽ നമ്പ്യാർ പോയ വഴി, അതിന് നിങ്ങൾ മറുപടി പറ. എന്ത് ബന്ധമാണ് അനിൽ നമ്പ്യാരും B മുരളീധരനും BJP-യും തമ്മിൽ ഈ കള്ളക്കടത്ത് ഇടപാടിൽ നിന്ന് നിങ്ങൾ പറ. അത് നിങ്ങളുടെ ഉത്തരവാദിത്തപ്പെട്ടയാളാ. അപ്പൊ അതൊക്കെ നിങ്ങൾ മറച്ചു പിടിക്കുന്നു. ഇപ്പോ കോൺഗ്രസും BJP-യും തമ്മിലുള്ള അവിശുദ്ധ ബന്ധത്തിന്റെ ഭാഗമായി ഒരു CBI അന്വേഷണം നടത്തിയപ്പോൾ നിങ്ങൾക്ക് വലിയ കാര്യം. അപ്പൊ അത് വിശദീകരിക്കാൻ അവസരം തരുന്നില്ലല്ലോ. തീർച്ചയായും ഒരു നിമിഷം. ബഹുമാനപ്പെട്ട ശ്രീജിത്ത് പണിക്കരും അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ ഒരു നിമിഷം കൂടി എന്നോട് ദയവായി ക്ഷമിക്കണം. ഡോക്ടർ ഷിജുഖാന് ഒരു കാര്യം കൂടി ഞാൻ സമയം കൊടുക്കുകയാണ്. ഡോക്ടർ ഷിജുഖാൻ പറഞ്ഞോളൂ, എന്താണ് കുപ്രചരണം, എന്താണ് CPM-ന്റെ മറുപടി? താങ്കളുടെ സമയമാണ്, പറയും. അല്ല, ഞാൻ പറയുന്നത് 1 മിനിറ്റ് ആണെങ്കിൽ പോലും സ്വതന്ത്രമായിട്ടുള്ള നിലപാട് പറയാനുള്ള അവസരം തരണം. ഇവിടെ പ്രശ്നം എന്ന് പറയുന്നത് CBI ഇപ്പോ ഇന്ത്യയിൽ എല്ലാ സംസ്ഥാനങ്ങളിലും ഒരു ജനറൽ കൺസെന്റിന്റെ അടിസ്ഥാനത്തിൽ CBI അന്വേഷണം നടത്തും. ഇവിടെ എന്താണ്? ഇവിടെ സംസ്ഥാന ഗവൺമെന്റ് ഈ കാര്യത്തിൽ ഒരു ആവശ്യം ഉന്നയിച്ചിട്ടില്ല. ഹൈക്കോടതിയോ സുപ്രീം കോടതിയോ ഒരു ആവശ്യം ഉന്നയിച്ചിട്ടില്ല. അപ്പൊ CBI കേന്ദ്ര സർക്കാരിന്റെയും ചട്ടുകമായി അധപതിച്ചുകൊണ്ട് കോൺഗ്രസിന്റെയും BJP-യുടെയും അവിശുദ്ധ ബന്ധത്തിന്റെ ഭാഗമായി ഒരു അന്വേഷണം ഇവിടെ ആരംഭിക്കുകയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ അക്കാര്യത്തിൽ വ്യത്യസ്ത നിലപാട് സ്വീകരിച്ചത്. അത് NIA അന്വേഷണവും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെയും അതുപോലെ കസ്റ്റംസിന്റെയും അന്വേഷണത്തിനെതിരെ ഞങ്ങൾ നിലപാടെടുത്തില്ലല്ലോ. അതെന്തുകൊണ്ടാണ്? ഞങ്ങൾ CBI അന്വേഷണത്തിനെതിരെ മറ്റ് 3 ഏജൻസികളുടെയും അന്വേഷണത്തോട് ഞങ്ങൾ എടുത്ത സമീപനമല്ല CBI അന്വേഷണത്തിൽ എടുക്കുന്നത്. ഇവിടെ നിങ്ങൾ കാണേണ്ട കാര്യം, പശ്ചിമ ബംഗാളിൽ ഈ CBI-ക്ക് കാല് കുത്താൻ പറ്റുമോ? ഛത്തീസ്ഗഡിൽ, രാജസ്ഥാനിൽ, കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഇതെല്ലാം BJP-യുടെ ചട്ടുകമാണെന്ന് പറയുന്ന കോൺഗ്രസ് അവിടെ നിന്ന് ഇവിടെ വരുമ്പോ BJP-യുമായി കൈകോർക്കുന്നു. അതാണ് കാര്യം. അപ്പൊ സംസ്ഥാന സർക്കാരുകളെ ഒരു തെരഞ്ഞെടുപ്പിന്റെ പടിവാതിലിൽ വെച്ച് നിങ്ങൾ കാണണം. തെരഞ്ഞെടുപ്പിന്റെ പടിവാതിലിൽ വെച്ച്
സംസ്ഥാന സർക്കാരിനെതിരായിട്ട് ഒരു കോപ്പ് കൂട്ടുന്നതിന് വേണ്ടി ഇത്തരത്തിലുള്ള അന്വേഷണം പ്രഖ്യാപിക്കുന്നു ഏകപക്ഷീയമായി. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ അന്വേഷണം റദ്ദാക്കണമെന്ന നിലപാട് സ്വീകരിച്ചിട്ടുള്ള നിയമപരമായിട്ടുള്ള നിലപാട്. ഞങ്ങൾ ഈ അന്വേഷണം പിന്നെ സംസ്ഥാന ഗവൺമെന്റ് ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് CBI ഇവിടെ അന്വേഷണം തടഞ്ഞുകൊണ്ടുള്ള സ്വീകരിച്ചത് നിയമപരമായ മാർഗത്തിൽ ഞങ്ങൾ അക്കാര്യത്തിൽ നിലപാട് സ്വീകരിക്കുന്നു. BJPക്ക് BJPയുടെ നിലപാട്, കോൺഗ്രസിന് കോൺഗ്രസിന്റെ നിലപാടുകൊണ്ട് ഞങ്ങൾക്ക് അക്കാര്യത്തിലുള്ള നിലപാടാണ് ഞാൻ വ്യക്തമാക്കിയത്. യെസ്, ഇനി ഞാൻ ദയവായി മറ്റ് അതിഥികളിലേക്ക് പോയി മറുപടി ഒന്ന് തേടിക്കോട്ടെ. ഒറ്റ നിമിഷം. ഡോക്ടർ ഷിജു ഖാൻ, ശ്രീ ഗോപാലകൃഷ്ണൻ താങ്കൾക്ക് പറയാനുണ്ടാവും. അതിനു മുമ്പ് എനിക്ക് ശ്രീജിത്ത് പണിക്കറിലേക്ക് പോകണം. ശ്രീജിത്ത് പണിക്കർ, ഇതാണ് CPMന്റെ നിലപാട്. താങ്കൾക്ക് എന്ത് തോന്നുന്നു? നല്ല രസമുള്ള ഒരു വൈരുദ്ധ്യം ഇക്കാര്യത്തിലുണ്ട്. അതായത് ഇവിടെ നമ്മുടെ സുഹൃത്തായിട്ടുള്ള പ്രധാനപ്പെട്ട ആരോപണം പറയുന്നത് ശ്യാം ഇവിടെ പൈങ്കിളി വർത്തമാനം പറയുന്നു എന്നാണ്, ഹാസ്യാത്മകമായ പൈങ്കിളി വർത്തമാനം പറയുന്നു എന്നാണ്. ഒന്നാലോചിച്ച് നോക്കൂ, അദ്ദേഹം ഇവിടെ പറയുന്നത് വെറും പൈങ്കിളിയല്ല, പറക്കുന്ന പൈങ്കിളിയാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന വളരെ അടിസ്ഥാനപരമായിട്ട് പ്രശ്നമുള്ള ഒരു കാര്യമുണ്ട്. പറയുന്നു ഈ വിഷയത്തിൽ ഇവിടെ CBIയുടെ അന്വേഷണം നമ്മുടെ നാട്ടിലേക്ക് വരുന്ന സമയത്ത് അതിന് ഒരു കോടതി ആവശ്യപ്പെട്ടിട്ടില്ല. ഹൈക്കോടതിയോ സുപ്രീം കോടതിയോ ആവശ്യപ്പെടാതെ ഏകപക്ഷീയമായിട്ട് ഒരു അന്വേഷണം വരുന്ന സമയത്ത് ആ അന്വേഷണത്തിനെയാണ് എതിർക്കുന്നത് എന്ന് പറയുന്നു. അദ്ദേഹത്തിന്റെ ശ്രദ്ധ ഞാൻ ക്ഷണിക്കുന്നത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന മറ്റൊരു CBI അന്വേഷണമുള്ള കേസിലേക്കാണ്. പെരിയ ഇരട്ടക്കൊലപാതക കേസിൽ അവിടെ അഗ്രീവ്ഡ് ആയിട്ടുള്ള പാർട്ടി, ആ രണ്ട് കുട്ടികൾ, ശരത്ലാല്, കൃപേഷ് തുടങ്ങിയ രണ്ട് ആൾക്കാരുടെ കുടുംബം സംസ്ഥാന സർക്കാരിന്റെ അന്വേഷണത്തിൽ തൃപ്തരല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചിനെ സമീപിക്കുന്നു. സിംഗിൾ ബെഞ്ച് പറയുന്നു ഈ കേസിൽ CBI അന്വേഷിക്കണം. അതിനുശേഷം ഡിവിഷൻ ബെഞ്ചിലേക്ക് പോകുന്നു. ഡിവിഷൻ ബെഞ്ച് പറയുന്നു ഈ കേസിൽ CBI അന്വേഷിക്കണം. അപ്പോൾ അവിടെ ഹൈക്കോടതിയുടെ ഉത്തരവ് ഒന്നല്ല 2 പ്രാവശ്യം വന്നതിന് ശേഷവും ഈ നിലപാട് അന്നേരം കണ്ടില്ലല്ലോ. ഹൈക്കോടതിയാണല്ലോ പറഞ്ഞത്, എന്നാൽ അന്വേഷണം നടക്കട്ടെ. അങ്ങനെയല്ല ചെയ്തത്. CBI അന്വേഷിക്കുന്നു. CBIക്ക് വേണ്ട ഫയലുകൾ കൊടുക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. ഇനി അതുമൊക്കെ കഴിഞ്ഞതിന് ശേഷം സുപ്രീം കോടതിയിൽ പോയി ഇപ്പോൾ അവിടെ നമ്മുടെ എല്ലാവരുടെയും നികുതി പണം വേസ്റ്റ് ആക്കിക്കൊണ്ട് അവിടെ പറയുകയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് CBI അന്വേഷിക്കേണ്ട. അപ്പൊ ഇവിടെ എന്താണ് പ്രശ്നം? ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്, ഇപ്പൊ ഷിജു ഖാൻ ഇപ്പൊ പറഞ്ഞിട്ട് 1 മിനിറ്റേ ആയിട്ടുള്ളൂ. ആ കാര്യമാണ് ഇവിടെ പൂർണ്ണമായും ഖണ്ഡിക്കുന്നത്, തെളിവുകൾ സഹിതം. കാരണം പെരിയ കേസിൽ ഇവിടെ കേരള ഹൈക്കോടതി 2 പ്രാവശ്യം പറഞ്ഞതിന് ശേഷവും അദ്ദേഹം ഇപ്പൊ പറഞ്ഞതുപോലെ കോടതി ആവശ്യപ്പെട്ടതിന് ശേഷവും ഇവിടെ സംസ്ഥാന സർക്കാർ CBI അന്വേഷണത്തിനെതിരാണ്. ഇനി ഈ ഒരു വിഷയത്തിലേക്ക് വരൂ. അദ്ദേഹം ഇവിടെ അഭിമാനത്തോടു കൂടി നേരത്തെ അദ്ദേഹത്തിന്റെ ആദ്യ ഭാഗത്ത് സൂചിപ്പിച്ച അതേ കാര്യം ഞാൻ വീണ്ടും ചൂണ്ടിക്കാട്ടുന്നു. ഇവിടെ ഏത് അന്വേഷണ ഏജൻസി വന്നു വേണമെങ്കിലും കേസ് അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കേന്ദ്രത്തിന് കത്തയച്ചിരിക്കുന്നത് ശ്രീ പിണറായി വിജയൻ. എന്താ CBI കേന്ദ്ര അന്വേഷണ ഏജൻസി അല്ലേ? ഇത് മാലദ്വീപിൽ നിന്നോ ശ്രീലങ്കയിൽ നിന്നോ വരുന്നതാണോ? കേന്ദ്രത്തിന്റെ പ്രധാനപ്പെട്ട പ്രീമിയർ ഇൻവെസ്റ്റിഗേറ്റീവ് ഏജൻസിയാണ് CBI. ആ CBI ഇവിടെ കേസ് അന്വേഷിക്കുന്നതിന് വരുമ്പോ അതുമാത്രം പറ്റില്ല. അതെന്താ അതിന്റെ കാര്യം? ഈ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ആരും അന്വേഷിച്ചു കൊള്ളട്ടെ എന്ന് പറഞ്ഞ് കത്തയക്കുന്ന സമയത്ത് CBI ഒഴികെ എന്ന് ബ്രാക്കറ്റിൽ പറഞ്ഞിരുന്നോ? അതോ സ്റ്റാർ ഇട്ടിട്ട് താഴെ കണ്ടീഷൻ സപ്ലൈ എന്ന് പറഞ്ഞിരുന്നോ? ഇല്ല. ഏത് കേന്ദ്ര ഏജൻസിയും അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞ്, അങ്ങനെയാണല്ലോ വാദത്തിന്റെ സമയത്ത് കോടതിയിൽ പോലും NIAയും കസ്റ്റംസും ഒക്കെ പറഞ്ഞിരുന്നത് എന്ന് പറഞ്ഞ് അഭിമാനിച്ചിരുന്ന ശ്രീ ഷിജു ഖാന്റെ പാർട്ടി ഇന്ന് എന്തുകൊണ്ടാണ് ഒരു പ്രധാനപ്പെട്ട കേന്ദ്ര ഏജൻസി ആയിട്ടുള്ള CBI ഈ വിഷയത്തിലേക്ക് വരുമ്പോൾ എന്തുകൊണ്ടാണ് ഈ പ്രശ്നം? അപ്പോൾ ഇവിടെ എല്ലാ ദിവസവും വൈകുന്നേരമുള്ള പത്രസമ്മേളനങ്ങളിൽ നമ്മുടെ മുഖ്യമന്ത്രി പറയുന്നത് മടിയിൽ കനമുള്ളവന് മാത്രം വഴിയിൽ പേടിച്ചാൽ മതി എന്നാണ്. അങ്ങനെ മടിയിൽ കനമില്ല എങ്കിൽ എന്തുകൊണ്ടാണ് ഇന്ന് ശ്രീ ആനത്തലവട്ടം ആനന്ദന് ഒരു പ്രസ്താവന ഇറക്കേണ്ടി വരുന്നത്? സംസ്ഥാന സർക്കാരിനെ തകർക്കുന്നതിന് വേണ്ടിയിട്ടാണ് CBI അന്വേഷണം വരുന്നത് എന്നൊരു പ്രസ്താവന എന്തിനാണ് പറയുന്നത്? അപ്പൊ CBI അന്വേഷിച്ചു കഴിഞ്ഞാൽ സംസ്ഥാന സർക്കാർ തകരും എന്നിവർക്ക് ഉറപ്പാണോ? അതോ CBI അന്വേഷിക്കുമ്പോൾ സംസ്ഥാന സർക്കാർ തകരുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണോ ആ അന്വേഷണത്തിനെതിരെ ഇവിടെ സുപ്രീം കോടതിയിലേക്ക് പോകുന്നത്? ഇവിടെ പ്രത്യേകമായിട്ട് ഈ വിഷയത്തിൽ ED വരട്ടെ, ഇല്ല സിനിമയില് ഇനി സോണിയെ പിടിക്കാൻ വരട്ടെ എന്ന് കൊച്ചിൻ ഹനീഫ പറയുന്നത് പോലെ ED വരട്ടെ, ഇനി അത് കഴിഞ്ഞ് DRI വരട്ടെ, അത് കഴിഞ്ഞ് എൻഫോഴ്സ്മെന്റ് വരട്ടെ, അതല്ലെങ്കിൽ അത് കഴിഞ്ഞ് CBI, ഇങ്ങനെ ഓരോരുത്തരും വരട്ടെ എന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടിട്ടാണോ ഇതുവരെയുള്ള ഏജൻസികൾ വന്നത്? മുഖ്യമന്ത്രി ഒരൊറ്റ കത്താണ് അയച്ചത്, ഏത് ഏജൻസി വെച്ച് വേണമെങ്കിലും അന്വേഷിച്ചോളൂ എന്ന് പറഞ്ഞു. ലൈഫ് മിഷൻ പ്രശ്നത്തിൽ പ്രധാനപ്പെട്ട കാര്യം, ഈ സ്വർണ്ണക്കടത്ത് കേസിൽ ഉൾപ്പെട്ടിരിക്കുന്ന പ്രധാന പ്രതികൾ, ഇതിൽ ആരോപണ വിധേയരായിട്ടുള്ള പ്രധാനപ്പെട്ട ആൾക്കാരെല്ലാവർക്കും കൃത്യമായ ലിങ്കുകളുള്ള കേസാണ് ലൈഫ് മിഷൻ. അതുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രിയുടെ കത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടി എന്ന് പറയാം ഇത് അന്വേഷിക്കുന്നത്. ഇനി മറ്റൊരു കാര്യം അദ്ദേഹം പറഞ്ഞിരുന്നു,
ലീഗിന്റെ ആൾക്കാരുമായി ബന്ധപ്പെട്ട് BJPയുമായി ബന്ധപ്പെട്ട് വി മുരളീധരനെ പറ്റി അല്ലെങ്കിൽ ജനം ടിവിയുടെ അനിൽ നമ്പ്യാരെ പറ്റി പറയുന്നു. ഇതേ കാര്യം തന്നെ ഞാൻ തിരിച്ചു ചോദിക്കുന്നു. അനിൽ നമ്പ്യാർ ചെയ്തിരിക്കുന്ന കുറ്റം ഇന്ന് നമ്മുടെ മുന്നിൽ കാണുന്നത് എന്താണ്? അദ്ദേഹത്തെ ഒരു ദിവസം വിളിച്ചു, ചോദ്യം ചെയ്തു. അതാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന കുറ്റമെങ്കിൽ 2 പ്രാവശ്യം ചോദ്യം ചെയ്യലിന് വിധേയനായിരിക്കുന്ന ശ്രീ KT ജലീലിനെതിരെ ഇത്രത്തോളം പ്രക്ഷോഭം നമ്മുടെ തെരുവുകളിൽ ഉണ്ടായതിനു ശേഷവും എന്ത് നിലപാടാണ് ശ്രീ ഷിജു ഖാൻ, താങ്കളും താങ്കളുടെ പാർട്ടിയും മുഖ്യമന്ത്രി സഹിതം സ്വീകരിച്ചിരിക്കുന്നത്? ഇവിടെ വി മുരളീധരൻ നടത്തിയിരിക്കുന്ന ഒരു പ്രസ്താവനയുടെ പേരിലാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഡിപ്ലോമാറ്റിക് ബാഗേജ് അല്ല എന്ന് പറഞ്ഞു. ഞാൻ ചർച്ചകളിൽ പറഞ്ഞതും ഇപ്പോഴും ആവർത്തിക്കുന്നതും അത് ഡിപ്ലോമാറ്റിക് ബാഗേജ് ആണ് എന്ന് തന്നെയാണ്. അവിടെ മുരളീധരന്റെ വാദത്തിനോട് ഞാൻ യോജിക്കുന്നില്ല. ഞാനത് പറയാൻ കാര്യം അത് ഡിപ്ലോമാറ്റിക് ബാഗേജ് ആണ് എന്ന് കാണുകയും പ്രൊസീജിയർ അനുസരിച്ച് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കസ്റ്റംസ് ഓഫീസർമാരാണ്. പക്ഷെ അതേസമയം UAEയുടേതായിട്ടുള്ള അവരുടെ അംബാസഡറിന്റേതായിട്ടുള്ള ഒരു പ്രസ്താവന വന്നിട്ടുണ്ട്. ഡിപ്ലോമാറ്റിക് ബാഗേജ് എന്ന നിലയിൽ ആ ചാനൽ ദുരുപയോഗം ചെയ്തിട്ടുണ്ടാവാം എന്ന് പറയുമ്പോൾ അവരതിനെ ഓണപ്പ് ചെയ്യുന്നില്ല. അപ്പൊ മറ്റാരെങ്കിലും ഈ പറയുന്ന ഫൈസൽ ഫരീദിനെ പോലെയുള്ള ആൾക്കാർ മറ്റെന്തെങ്കിലും ലിങ്ക് ഉപയോഗിച്ച് ഡിപ്ലോമാറ്റിക് ബാഗേജ് അല്ലാത്ത ഒന്നിനെ വിട്ടോ എന്നുള്ളത് അന്വേഷിക്കേണ്ടതല്ലേ? അപ്പോ ജനം ടിവിയുടെ ആളിനെ ചോദ്യം ചെയ്യുന്നതിന്റെ പേരിൽ അയാൾ കുറ്റക്കാരനാകുമെങ്കിൽ എന്തുകൊണ്ടാണ് KT ജലീൽ കുറ്റക്കാരനല്ലാതാകുന്നത്? അതുപോലെ തന്നെ ശ്രീ ബിനീഷ് കോടിയേരി എന്തുകൊണ്ടാണ് കുറ്റക്കാരനല്ലാതാകുന്നത്? ബിനീഷ് കോടിയേരിയെ പറ്റി പറയുന്ന സമയത്ത് ഇവിടെ CPMന്റെ സംസ്ഥാന സെക്രട്ടറി അദ്ദേഹത്തെ തൂക്കിക്കൊല്ലാൻ പറഞ്ഞു എന്നുള്ള ഒരു വാദം കൊണ്ട് എത്ര കാലം പിടിച്ചു നിൽക്കാൻ കഴിയും? അപ്പൊ ഇപ്പോൾ നിലവിൽ മനസ്സിലാക്കേണ്ടത് ഈ പ്രശ്നത്തിൽ അകപ്പെട്ടിരിക്കുന്ന ആൾക്കാരിൽ CPMുമായിട്ട് ബന്ധമുള്ള ആൾക്കാർ ആരുമില്ല എന്ന രീതിയിലുള്ള ഒരു ഭാഷ്യം കൊണ്ടുവരികയും ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നത് മുഴുവനും അതിപ്പോ സ്വർണം കടത്തിയ കേസിലാണെങ്കിലും ഖുറാൻ കടത്തിയ കേസിലാണെങ്കിലും ലൈഫ് മിഷനിലാണെങ്കിലും എല്ലാം ഉൾപ്പെട്ടിരിക്കുന്നത് നീതു ജോൺസന് വീട് നൽകാതിരിക്കുന്ന കോൺഗ്രസ് പാർട്ടി, അല്ലെങ്കിൽ ഇതിലൊക്കെ ഉൾപ്പെട്ടിരിക്കുന്ന മുസ്ലിം ലീഗ്, ജനം TV, വി മുരളീധരൻ, എല്ലാ പാർട്ടികളുമുണ്ട്. പക്ഷേ 2 പ്രാവശ്യം ചോദ്യം ചെയ്തിട്ടും പാർട്ടി അംഗമല്ലാതിരിക്കുന്ന ഒരാളിനെ സംരക്ഷിക്കുന്ന CPM അതിലില്ല. CPMലെ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയെ പലതവണ ചോദ്യം ചെയ്ത് സസ്പെൻഷനിൽ നിർത്തിയിരിക്കുന്നു. അപ്പോ CPMന് പ്രശ്നമില്ല. CPMലെ മന്ത്രിസഭയിലെ രണ്ടാമനായിട്ടുള്ള EP ജയരാജന്റെ മകന് നേരെ വന്നിരിക്കുന്ന ആരോപണമുണ്ട്, പ്രശ്നമില്ല. CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ മകന് നേരെ ആരോപണം വന്നിരിക്കുന്നു, പ്രശ്നമില്ല. മുഖ്യമന്ത്രിയുടെ IT ഫെലോ ആയിരുന്ന അരുൺ ബാലചന്ദ്രനെതിരെ പ്രശ്നം വരുന്നു, കുഴപ്പമില്ല. സ്പേസ് പാർക്കിലേക്ക് അനധികൃതമായി മറ്റൊരു സ്ഥലത്ത് ജോലി ചെയ്യുന്ന സമയത്ത് റെക്കമെൻഡേഷൻ നൽകി ഇവിടെ ജോലിയിൽ എടുത്തിരിക്കുന്ന സ്വപ്ന സുരേഷിനെ ഇവിടെ നിയമനം കൊടുത്തിരിക്കുന്നു, ആ കാര്യത്തിൽ പ്രശ്നമില്ല. കണ്ണടച്ചാൽ അടയ്ക്കുന്നവർക്കാണ് ഇരുട്ടാകുന്നത്, ലോകത്തുള്ള എല്ലാവർക്കും അല്ല എന്നുകൂടി മനസ്സിലാക്കുക. യെസ്, ഷിജുഖാൻ ഒരു നിമിഷം, ഞാൻ ഒറ്റ മിനിറ്റ് തരാം. അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ, താങ്കളുടെ പോയിന്റ് കൂടി ഒന്ന് പറഞ്ഞതിന് ശേഷം വരാം. കാരണം വി മുരളീധരനെയൊക്കെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ. എനിക്ക് ഈ ഡോക്ടർ ഷിജു ഖാനോട് എനിക്ക് സഹതാപമാണ്. അദ്ദേഹത്തിന് വേണേൽ എന്റെ സമയം കൂടി കൊടുത്തോളൂ. എത്ര സമയം കൊടുത്താലും അദ്ദേഹം വാദിച്ചുകൊണ്ടിരിക്കുമെന്നല്ലാതെ ഉത്തരം പറയില്ല. എനിക്ക് ഡോക്ടർ ഷിജു ഖാൻ ചോദിക്കാനുള്ളത്, എന്ത് മര്യാദയുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾ വി മുരളീധരന്റെ പേര് പറയുന്നത്? വി മുരളീധരൻ കേന്ദ്രത്തിന്റെ ഒരു സഹമന്ത്രിയാണ്. അദ്ദേഹം വിദേശകാര്യ മന്ത്രിയാണ്. അദ്ദേഹത്തിന് സ്വാഭാവികമായിട്ടും ഡിപ്ലോമാറ്റിക് ബാഗേജ് ആണോ അല്ലയോ എന്ന കാര്യം കൃത്യമായി പറയാൻ ബാധ്യതയുള്ള ആളാണ്. അദ്ദേഹം അത് പറഞ്ഞത് UAE അംബാസിഡർ സൂചിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് ഒരു ഡിപ്ലോമാറ്റിക് ബാഗേജ് അല്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അതെന്തുകൊണ്ട് പറഞ്ഞു? ഡിപ്ലോമാറ്റിക് ബാഗേജ് എന്ന് പറഞ്ഞാൽ അങ്ങേക്ക് ഡോക്ടറേറ്റ് ഒക്കെ ഉള്ള ആളല്ലേ, സ്വാഭാവികമായിട്ടും കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവണമല്ലോ. AKG സെന്ററിൽ നിന്ന് തരുന്ന ക്യാപ്സൂണ് അത് വിഴുങ്ങിയിട്ട് ഈ പൈങ്കിളി കഥ, മുനയൊടിഞ്ഞു പോയ പൈങ്കിളി കഥ വീണ്ടും വീണ്ടും മുൻവരുന്ന ചാനലിൽ പറയാൻ അല്പമൊക്കെ സങ്കോചം താങ്കളെപ്പോലെ വിദ്യാഭ്യാസമുള്ള ആളുകൾക്ക് ഉണ്ടാകട്ടെ. ഡിപ്ലോമാറ്റിക് ബാഗേജ് അല്ല എന്ന് അദ്ദേഹം പറയാൻ കാരണം 2 രാജ്യങ്ങൾ തമ്മിൽ അയക്കുന്നതാണ് ഡിപ്ലോമാറ്റിക് ബാഗേജ്. ഇത് താങ്കൾക്കറിയാം, എനിക്കറിയാം, നാട്ടുകാർക്കെല്ലാം ഇപ്പൊ അറിയാം. അപ്പൊ 2 രാജ്യങ്ങൾ തമ്മിൽ അയച്ചതല്ല, ഒരു രാജ്യത്തിലേക്ക് വേറൊരു രാജ്യത്തിന്റെ പേരിൽ വേറൊരു കള്ളക്കടത്തുകാരൻ അയച്ചതാണ്. ഇപ്പൊ സ്വാഭാവികമായും വിദേശകാര്യ സഹമന്ത്രി പറയേണ്ടത് അത് ഡിപ്ലോമാറ്റിക് ബാഗേജ് അല്ല, യഥാർത്ഥത്തിലുള്ള ഡിപ്ലോമാറ്റിക് ബാഗേജ് അല്ല എന്നാണല്ലോ അദ്ദേഹം പറഞ്ഞത്. ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് NIA കോടതി കൊടുത്തിരിക്കുന്നതും തിരുത്തി കോടതി കൊടുത്തിട്ടുണ്ട്, അത് ശരിയാണ് എന്നുള്ള കാര്യം. എന്നിട്ടും താങ്കൾ പറയുന്നു മുരളീധരൻ രാജിവെക്കണം. മാന്യതയും മര്യാദയുള്ള ആളുകൾ സംസാരിക്കോ? എന്തിനാ മുരളീധരൻ രാജിവെക്കുന്നത്? മുരളീധരൻ സ്വപ്നയെ കണ്ടോ? മുരളീധരൻ സ്വപ്ന സുരേഷായിട്ട് സംസാരിച്ചോ? മുരളീധരൻ സ്വപ്ന സുരേഷിന് സ്പേസ് പാർക്കിൽ ജോലി കൊടുത്തോ? മുരളീധരൻ പ്രിൻസിപ്പൽ സെക്രട്ടറിയുമായി ബന്ധപ്പെട്ട് സ്വപ്ന സുരേഷിന് വേണ്ടി കാര്യങ്ങൾ ചെയ്തോ? മുരളീധരൻ ഏതെങ്കിലും കള്ളക്കടത്ത് സംഘവുമായി ബന്ധപ്പെട്ടോ?
നിങ്ങൾ ഇങ്ങനെ പറയാണ് നാളെ നരേന്ദ്രമോദി രാജിവെക്കണം പറയല്ലോ. ഒരു മര്യാദ എന്നൊക്കെ പറയുന്നത് ഒരു ചാനൽ ചർച്ച വന്ന് പറയുമ്പോൾ ഒരു മര്യാദയൊക്കെ വേണ്ടേ? നിങ്ങൾക്ക് പറയാം ഡിപ്ലോമാറ്റിക് ബാഗേജ് അല്ല, അല്ലെങ്കിൽ ആണ്, അതൊക്കെ പറഞ്ഞാൽ നിങ്ങള്. പക്ഷെ ഒരു സാമാന്യ മര്യാദ ഞാൻ ഇത്ര പറയുന്നുള്ളൂ. കാരണം നിങ്ങളൊരു ഡോക്ടർ എന്നൂടെ പറയുന്നത് കൊണ്ട് വിദ്യാഭ്യാസമുള്ള ആളെന്ന നിലയിൽ താങ്കൾ മനസ്സിലാക്കണം. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. താങ്കൾ അത് വിഴുങ്ങി. അത് താങ്കൾ ഭയന്നിട്ട് വിഴുങ്ങിയതാണോ അതോ പൈങ്കിളി ചോദ്യമാണെന്നുള്ള വ്യാജേന പരിഹസിച്ച് വിടാതിരുന്നതാണോ എന്ന് എനിക്കറിയില്ല. ഇപ്പോ കരാട്ട് ഫൈസലിനെ കുറിച്ചുള്ള ചോദ്യം ചോദിച്ചു. നിങ്ങൾക്ക് എന്താ ബന്ധം? നിങ്ങളുടെ ബന്ധം വെളിപ്പെടുത്ത്. നിങ്ങളും ആ പാർട്ടിയും തമ്മിലുള്ള ബന്ധം, കരാട്ട് ഫൈസലും കരാട്ട് റഹീമും കള്ളക്കടത്തുകാരും തമ്മിലുള്ള ബന്ധം, അവരുടെ വീട്ടിൽ ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുന്നു, അവരുടെ വീട്ടിൽ റെയ്ഡ് നടന്നിരിക്കുന്നു, ഇതാ കസ്റ്റംസ് കേസെടുത്തിരിക്കുന്നു. നിങ്ങളുടെ ബന്ധം പറ. നിങ്ങളാണല്ലോ ഈ കഴിഞ്ഞ ചാനൽ ചർച്ചയിൽ ഞാനുമായിട്ട് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ വേറൊരു ചാനലിൽ പറഞ്ഞത് മുസ്ലിം ലീഗിന്റെ കുഞ്ഞാലിക്കുട്ടിയുടെ ബന്ധമുണ്ട് ഒരു കള്ളക്കടത്തുകാരന് എന്ന് നിങ്ങൾ കോൺഗ്രസ്സുകാരോട് ചോദിച്ചില്ലേ? നിങ്ങളുടെ കൂട്ടുകക്ഷിയാണ് ലീഗ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇതിനകത്ത് വെക്കാരിയസ് ലയബിലിറ്റി ഉണ്ട്, നിങ്ങൾക്ക് ലയബിലിറ്റി ഉണ്ട്. നിങ്ങൾ മറുപടി പറയണമെന്ന് താങ്കളുമായി ബന്ധപ്പെട്ട ഇടതുപക്ഷക്കാരോ പറഞ്ഞില്ലേ? ഇപ്പൊ അതേ ചോദ്യം തിരിച്ചു ചോദിക്കുന്നു. ശ്യാം ചോദിച്ച ചോദ്യമാണ്, നിങ്ങൾ ഉത്തരം പറഞ്ഞില്ല. കരാട്ട് ഫൈസലുമായിട്ടുള്ള കരാട്ട് റഹീമായിട്ടുള്ള ഈ സ്വർണ്ണ കള്ള കച്ചവടത്തിനുമായിട്ടുള്ള നിങ്ങളുടെ ബന്ധം, CPM-ന്റെ ബന്ധം, നിങ്ങൾക്ക് എന്ത് പറയാനുണ്ട്? അത് വ്യക്തമാക്കുക നിങ്ങള്. അത് കഴിഞ്ഞതിന് ശേഷം ഈ രണ്ട് കാര്യമേ എനിക്ക് പറയുള്ളൂ. ലൈഫിന്റെ കാര്യവും ലൈഫുമായി ബന്ധപ്പെട്ട വിഷയവും ഞാൻ പറയാം. ഇതിൽ നിന്ന് രക്ഷപ്പെട്ട് അതിലേക്ക് പോകണ്ട. ഇതിന്റെ ഉത്തരം പറ. കരാട്ട് ഫൈസലും കരാട്ട് റഹീമും കള്ളക്കടത്തുകാരും ഞാൻ കൂടുതൽ പറഞ്ഞു. നായനാർ ചാരിറ്റബിൾ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട് സഞ്ജു എന്ന് പറയുന്ന ലോക്കൽ വർക്കർ, നിങ്ങളുടെ ബ്രാഞ്ചിലെ വർക്കർ, അതുമായി ഷംസുദ്ദീൻ, അയാളുടെ ഭാര്യയുടെ അച്ഛൻ ഷംസുദ്ദീൻ, കോഴിക്കോട്ടെ എല്ലാ പത്രങ്ങളിലും വന്ന വാർത്തയാണ് ഞാൻ പറയുന്നത്. യുവഭാരഷ് ഉണ്ടാക്കി പറയുന്നതല്ല. CPM-ന്റെ ബ്രാഞ്ചുമായി ബന്ധപ്പെട്ട ബ്രാഞ്ച് സെക്രട്ടറിയുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് ചോദിക്കുന്നത്. എന്ത് നടപടിയെടുത്തു നിങ്ങൾ? അവരുടെ വീട്ടിൽ കസ്റ്റംസ് റെയ്ഡ് ചെയ്തില്ലേ? അവരുടെ വീട്ടിൽ നിന്ന് മൊഴിയെടുക്കാൻ വിളിപ്പിച്ചില്ലേ? അവരുമായി ബന്ധപ്പെട്ട ആളുകളെ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ? നിങ്ങൾക്ക് എന്ത് പറയാനുണ്ട്? പകല് നായനാർ സൊസൈറ്റിയുടെ പേരിൽ, ചാരിറ്റബിൾ സൊസൈറ്റിയുടെ പേരിൽ, പകല് നായനാരുടെ പേരിൽ ഹൃദയ ഇതുമായി ചാരിറ്റബിളുമായി ഓടുന്നു, വൈകുന്നേരം സ്വർണ്ണ കള്ള കച്ചവടം നടത്തുന്നു ആംബുലൻസിൽ. നായനാർക്കും കൂടി നാണക്കേടാ സാർ. അതൊന്ന് പറ, നിങ്ങളെ വിശദമാക്ക്.